നമസ്തേ ഫ്രണ്ട്സ്, ഗുരുജിയാണ്. ട്രേഡിംഗ് ഇമോഷൻ ചാനലിൽ നിന്ന് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് നമുക്ക് ഈ കഥ പറയുന്നത്, മാർക്കറ്റ് പ്രൊഫൈൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. സെക്കൻഡ് പാർട്ട്, ഹൗ ടു ബിക്കം ഓപ്ഷൻ ബയർ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുക. ഞാനും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ലെവൽസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു സ്ട്രാങ്കിളാണ് തന്നിരിക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു സ്ട്രാഡിലാണ് തന്നിരിക്കുന്നത്. ഇതെങ്ങനെ നോക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ വിട്ടിരിക്കുകയാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, നിഫ്റ്റി എന്താ പറയുക, അതിൻ്റെ റേഞ്ച്, നിഫ്റ്റിയുടെ ഒരു ദിവസത്തെ റേഞ്ച് ഒരു 120 പോയിൻറ്റും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ദിവസത്തെ റേഞ്ച് ഒരു 300-350 പോയിൻ്റ് അടുപ്പിച്ചാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് രണ്ടാമത് നമ്മളൊരു അനലൈസിസ് ഇവിടെ പറഞ്ഞു. സ്പീഡ് എന്താ പറയുക, സ്പീഡ് ഒരു സൈഡ് കുറവും ഒരു സൈഡ് കൂടുതലും അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും അത് ഇന്നലെ പറഞ്ഞ ആ വീഡിയോ പോയി കാണുക. അതിലെങ്ങനെ സ്പീഡ് നോക്കണോ എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അതിനെ നിങ്ങൾ ഫർദറായിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീവിയസ് ഡേയുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രീവിയസ് ആക്ടിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇവിടെ ഓപ്പണായി മുകളിലോട്ട് പോകണമെങ്കിൽ ഈ ദിവസത്തിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. താഴോട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഈ ദിവസത്തിൻ്റെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് സിനാരിയോ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആവുകയും ഈ ലെവലിന് മുകളിൽ ഒരു സപ്ലൈ സോൺ ഉണ്ട്. അതായത് 19,460 അവിടെ ഒരു സപ്ലൈ സോൺ ഉണ്ട്. സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതൊരു വോളിയം POC ആണ്, VPOC എന്ന് പറയും. സോ ഇതൊരു സപ്ലൈ സോണാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു അനോമാലി ക്ലിയർ ചെയ്യുന്ന റേഞ്ചിലോട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണായി മുകളിലോട്ട് ഒരു അക്സെപ്റ്റൻസ് തന്നാൽ മാത്രമേ ഈ ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു ഇൻഫർമേഷൻ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു പുവർ സ്പൈക്ക് ആണെന്നുണ്ടെങ്കിലും പുവർ സെല്ലിംഗ് ആണ്, സ്പൈക്കാണ് എന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പണായി റിജക്ഷനായി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു താഴോട്ടുള്ള ഒരു ലെവൽ നമുക്ക് നോക്കാം. താഴോട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലെവൽ ഇതാണ്. അതായത് 19,330 അടുപ്പിച്ച ആദ്യത്തെ ലെവൽ നമുക്ക് താഴോട്ട് നോക്കാം. എന്നിട്ട് ഈ ദിവസത്തെ ക്ലോസ്, ഇവിടെ ഒരു ഗ്യാപ്പും മാർക്കറ്റ് കിടപ്പുണ്ട്, അത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഒരു 19,270 ഒരു EODക്ക് മുന്നേ ഒരു യാത്ര നമുക്ക് താഴോട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. അതല്ല, മാർക്കറ്റ് ഓപ്പണായി വേണ്ടി ഇവിടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു ഹൈ, ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു എ പീരീഡിൻ്റെ ഹൈ, ഈ ലെവൽ നമുക്ക് ടാർഗറ്റ് വെച്ചുകൊണ്ട്, അതായത് 19,540 അല്ലെങ്കിൽ 550 ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് മുകളിലോട്ട് നോക്കാവുന്നതാണ്. സോ ഈ രണ്ട് ലെവലുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിലായുള്ള കാര്യമാണ്. അതല്ല, മാർക്കറ്റ് ഈ പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെയാണ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് നമുക്ക് ഈസി ആയിട്ട് രാവിലെ നിങ്ങൾ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ രാവിലെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരു കൺസോളിഡേഷൻ മോഡിലോട്ട്, ഒരു ബാലൻസ് മോഡിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊരു നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റിയിൽ കഥ എന്ന് പറഞ്ഞാൽ സെയിം കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ പുവറാണ്, ഈ ഒരു പുവർ ബൈയിങ് ഇവിടെ നടന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പം ഫ്ലാറ്റ് ഓപ്പണായ മാർക്കറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു ഡിമാൻഡ് സോണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കിടക്കുന്നത് 44,820 അവിടെ. അതായത് ഈ ഒരു വോളിയം POC ഉണ്ടല്ലോ, ഇത് 820 ആണ്, എക്സാക്ട്ലി 820 ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ താഴോട്ട് നമുക്കൊരു ഈ ഒരു വാല്യൂ ഏരിയ ലോ, അതായത് ഈ വാല്യൂ ഏരിയ ലോ എത്രയാണ്, 44, ഇതുവരെയ്ക്കും നമുക്ക് നോക്കാം. ഈ സിംഗിൾ പ്രിൻ്റ് വരയ്ക്കും 44,635, ഈ സിംഗിൾ പ്രിൻ്റ് വരയ്ക്കും മാർക്കറ്റ് താഴോട്ട് ബാങ്ക് നിഫ്റ്റി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ എല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇത് ബേസ്ഡ് ഓൺ പ്രീവിയസ് ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു വലിയൊരു സ്പൈക്കായിട്ട് തോന്നുന്നില്ല ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ബാങ്ക് നിഫ്റ്റി എന്താ പറയുക, മുകളിലോട്ടൊരു 45,200 ഈ ലെവലിലൊക്കെ ഒരു റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണായി മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഒരു 200 ടാർഗറ്റ് ആദ്യം വയ്ക്കാം. പിന്നെ ഈ ഒരു ടെറിട്ടറി മാർക്കറ്റ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ VPOC മാർക്കറ്റ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. സോ 45,400 ഇതൊരു പുവർ ഹൈ ഉണ്ട്. സോ 45,477. അപ്പോൾ ഈ പുവർ ഹൈ മാർക്കറ്റ് മുകളിലോട്ട് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റേഞ്ച്, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടെ വല്ലതും ഓപ്പൺ ആയിട്ട് ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റി റേഞ്ച് എന്ന് പറയുന്നത്, ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് മുകളിലോട്ട് കിട്ടുന്നുണ്ട്. അതല്ല താഴോട്ടാണ് ഇതുവരേക്കും ഈ സിംഗിൾ പ്രിൻ്റ് വരെ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു 400 പോയിൻറ്റിൻ്റെ ഒരു യാത്ര നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോണ്ട്. നിഫ്റ്റിയിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാലോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലോ നമുക്ക് ലൈവ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.